തുറന്നുള്ള ശസ്ത്രക്രിയകൾ സ്തംഭിച്ചു. പെർഫ്യൂഷനിസ്റ്റ് തസ്തികയിലുള്ളവർ പരിചയസമ്പന്നരിൽ നിന്നുള്ള വകുപ്പ് മേധാവിയുടെ നിലപാടാണ് ശസ്ത്രക്രിയകൾ സ്തംഭിക്കാൻ കാരണം. KSRTC ബസ്സുകൾ തകരാറിലായി വഴിയിൽ കിടക്കുന്ന സംഭവങ്ങൾ ഏറുന്നു. KSRTC ബസ്സുകളിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാനാകുന്നില്ലെന്ന് യാത്രക്കാർ. ജില്ലയിൽ തെരുവുനായ ശല്യം പെരുകുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. നായ്പേടിയിൽ നാട്. ഇസ്രായേൽ ഇറാൻ യുദ്ധം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് യാത്രികർ ആശങ്കയിൽ. വിമാന സർവീസുകളെ യുദ്ധം ബാധിച്ചേക്കും. നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. മുളകുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ സ്തംഭിച്ചു. നിരവധി രോഗികൾ ആശങ്കയിൽ. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയിൽ നിർണായകമായ ഡ്യൂട്ടി നിർവഹിക്കുന്ന പെർഫ്യൂഷനിസ്റ്റ് തസ്തികയിലുള്ളവർ പരിചയസമ്പന്നരല്ലെന്നുള്ള വകുപ്പ് മേധാവിയായ കാർഡിയോ തൊറാസിക് സർജന്റെ നിലപാടാണ് ശസ്ത്രക്രിയകൾ 2 ആഴ്ചയിലേറെയായി നിലയ്ക്കാൻ കാരണം. ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുമ്പോൾ രോഗിയുടെ ജീവൻ സാധാരണ നിലയിൽ നിയന്ത്രിച്ച് നിലനിർത്തുന്നവരാണ് പെർഫ്യൂഷനിസ്റ്റുകൾ. ഹാർട്ട് ലങ് മെഷീൻ ഉൾപ്പെടെ കൈകാര്യം ചെയ്യേണ്ടതും ഇവരാണ്. ആഴ്ചയിൽ 2 ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുന്ന ഇവിടെ 2 പെർഫ്യൂഷനിസ്റ്റുകൾ ഉണ്ട്. ഇതിലൊരാൾ PSC വഴിയും മറ്റേയാൾ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി വഴിയും നിയമനം ലഭിച്ചവരാണ്. ഇതിൽ HDS വഴി നിയമിക്കപ്പെട്ട ആൾക്ക് പരിചയസമ്പന്നതയില്ലാത്തതിനാൽ ശസ്ത്രക്രിയയിൽ റിസ്ക് എടുക്കാനാവില്ലെന്ന് കാണിച്ച് വകുപ്പ് മേധാവി പ്രിൻസിപ്പലിന് കത്ത് നൽകിയിരുന്നു. അതേസമയം വകുപ്പ് മേധാവിക്കെതിരെ ആരോപണവുമായി പെർഫ്യൂഷനിസ്റ്റുകളും മേലധികാരിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ അടങ്ങിയ ഈ കത്തുകളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് വിശദമായ അന്വേഷണം നടത്തി തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനം നീളുന്നതിനാൽ ഓപ്പൺ ഹാർട്ട് സർജറി പുനരാരംഭിക്കുന്നത് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. സീനിയോറിറ്റി പ്രകാരം ഓപ്പൺ ഹാർട്ട് സർജറി നിശ്ചയിക്കപ്പെട്ട 50ഓളം രോഗികളും നിശ്ചയിക്കാനുള്ള അത്ര തന്നെ രോഗികളും ഇതോടെ ആശങ്കയിലാണ്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടലിലൂടെ എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാക്കിയാലേ നിർധനരായ നിരവധി രോഗികളുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം ഒഴിവാകുകയുള്ളൂ. TCV തൃശൂർ. KSRTC ബസ്സുകൾ തകരാറിലായി വഴിയിൽ കിടക്കുന്ന സംഭവങ്ങൾ ഏറുന്നു. KSRTC ബസ്സുകളിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാനാകുന്നില്ലെന്ന് യാത്രക്കാർ. 5 മണി മുതൽ ഇവിടെ വിളിച്ചത് നിങ്ങളോട് വിളിക്കാൻ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണ്ടേ? ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കണ, മനസ്സിലായ? ഞങ്ങളുടെ ഒരു ദിവസം പോയത്. നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അത് നോക്ക്, ഇവിടെ ഒക്കെ ആൾക്കാർ ഇവിടെ നിൽക്കാം, ഇത്ര ആൾക്കാർ നിൽക്കാം. ഈ ദൃശ്യങ്ങൾ ഗുരുവായൂർ KSRTC സ്റ്റാൻഡിൽ നിന്നും ഒരു യാത്രക്കാരൻ പകർത്തിയതാണ്. വൈകിട്ട് മൂകാംബികയിലേക്ക് പോകാനുള്ള ബസ് എത്തിയത് മണിക്കൂറുകൾക്ക് ശേഷം അർദ്ധരാത്രിയിൽ. 5:30 5:45 പോകേണ്ട വണ്ടിയാണ്. പെട്ടെന്നാണ് 12:00-12:30ക്കാണ് ഈ വണ്ടി ഇവിടെ എത്തുന്നത്. ഈ നേരം വരെ ഞങ്ങളിവിടെ പോസ്റ്റ് ആക്കിയിട്ട് ഉത്തരവാദിത്തം ഗുരുവായൂർ 5:15 എത്തിയതാ. ഇതുവരെ വണ്ടി വരാണ്ട് 12:30ക്കാണ് ഈ വണ്ടി ഇവിടെ എത്തുന്നത്, മനസ്സിലായി? ഇതുവരെ ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് ഇവിടെ സംസാരിക്കാറുണ്ട്. ഞാൻ അവിടെ സാറിനോട് ഒന്ന് ചോദിക്കുന്നുണ്ട്. സാറേ, ഇതല്ലേ ഞങ്ങളുടെ വണ്ടി? ഇതല്ല വണ്ടി? അല്ല ഒരു മിനിറ്റ്. KSRTC ബസ്സുകൾ ബ്രേക്ക് ഡൌൺ ആവുന്ന സംഭവങ്ങൾ ഏറുകയാണ്. ബസ്സുകളുടെ കാലപ്പഴക്കവും അറ്റകുറ്റപ്പണികളുടെ അഭാവവുമാണ് ബസ്സുകൾ വഴിയിൽ കിടക്കാൻ കാരണം. ഓട്ടത്തിനിടെ ബ്രേക്ക് നഷ്ടപ്പെടുന്നതും ടയർ പൊട്ടിയതുമായ സംഭവങ്ങൾ പതിവാവുകയാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് പല ദുരന്തങ്ങളും ഒഴിവാകുന്നത്. അന്തർ സംസ്ഥാന സർവീസുകൾ ഉൾപ്പെടെ ഓട്ടത്തിനിടെ പാതിയിൽ നിൽക്കുന്നു. 15 വർഷം പിന്നിട്ട 100 കണക്കിന് ബസ്സുകളാണ് KSRTCയിലുള്ളത്. ദീർഘദൂര യാത്രയ്ക്ക് ഉൾപ്പെടെ KSRTCയിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാനാവുന്നില്ല. തകരാറിലായ ബസ്സുകൾ അറ്റകുറ്റപ്പണി നടത്തി സർവീസ് തുടരുമെന്ന പ്രതീക്ഷയും വേണ്ട. അർദ്ധരാത്രിയിലും പുലർച്ചെയും ബ്രേക്ക് ഡൌൺ ആയി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ പെരുവഴിയിലായ സംഭവങ്ങൾ നിരവധിയാണ്. കയർ കൊണ്ട് കെട്ടിവെച്ച വാതിലുകളും മഴയിൽ പ്രവർത്തിക്കാത്ത വൈപ്പറുകളും മൊട്ടയായ ടയറുകളുമായി സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ നിരവധിയാണ്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് സർവീസുകൾ തുടരുമ്പോൾ KSRTC ബസ്സുകളിൽ എങ്ങനെ വിശ്വസിച്ച് യാത്ര ചെയ്യും എന്ന് ചോദിക്കുകയാണ് ജനം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ വീണ്ടും തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ്ക്കളുടെ ശല്യം മൂലം യാത്രക്കാർക്ക് വഴി നടക്കാനാകാത്ത അവസ്ഥയാണ്. നായ്ക്കൾ കുറുകെ ചാടി യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളും നിരവധി. വിദ്യാലയങ്ങൾ തുറന്നതോടെ കുട്ടികളും ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. അക്രമാസക്തരാകുന്ന തെരുവുനായ്ക്കൾ മൃഗങ്ങളെ ആക്രമിക്കുന്ന സംഭവങ്ങളും നിരവധിയാണ്. അറവുശാലയിലെ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വഴിയോരത്തുപേക്ഷിക്കുന്ന ഇടങ്ങളിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്.
തെരുവുനായ വളർത്തു കേന്ദ്രമായി കൊടുങ്ങല്ലൂർ നഗരസഭ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്. നായ്ക്കളെ ഭയന്ന് നാട്ടുകാർ. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഉടമസ്ഥതയിൽ കാവിൽക്കടവിലുള്ള മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് തെരുവുനായ്ക്കളുടെ സങ്കേതമായി മാറിയിരിക്കുകയാണ്. കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഉടമകളും നാട്ടുകാരും പേടിയോടെയാണ് ഇവിടെ എത്തുന്നത്. കോംപ്ലക്സിൽ വരുന്നവർ പലപ്പോഴും തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത്. അതൊക്കെ ഭയങ്കര പട്ടിയുടെ ശല്യമാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും പറ്റുന്നില്ല. പട്ടിയുടെ ശല്യം ഭയങ്കര ശല്യമാണെന്ന് വെച്ചാൽ ആളിലിട്ട് ഓടിക്കണ്, വഴി നടക്കാൻ പറ്റാനില്ല, സാധനം വാങ്ങാൻ ആൾക്ക് വരാൻ പറ്റുന്നില്ല. ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ശല്യമാണ്. ഒരു രക്ഷയില്ല. എന്തെങ്കിലും ഇത് പ്രതിവിധി ചെയ്യാണ്ട് പറ്റില്ല. നായശല്യം ഒഴിവാക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും നാളിതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഭക്ഷ്യ അവശിഷ്ടങ്ങളും ഇവിടുത്തെ മത്സ്യമാംസ മാർക്കറ്റിൽ നിന്നുണ്ടാകുന്ന അവശിഷ്ടങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി നൂറുകണക്കിന് പട്ടികളാണ് ഇവിടെ തമ്പടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുനിസിപ്പാലിറ്റിയിൽ മൊത്തം പട്ടികൾ ഇവിടെ ഉണ്ടെന്നാണ് സംശയം. അതുകൊണ്ട് ഈ വഴിയാത്രക്കാരെയും സ്കൂൾ കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയും ഒറ്റപ്പെട്ടു വരുന്ന ആളുകളൊക്കെ ഈ പട്ടികൾ ഓടിച്ചിട്ട് കടിക്കുന്നൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ വലിയൊരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു മുന്നറിയിപ്പുമായിട്ട് മാത്രം ഇതിനെ കണക്കാക്കണം. എത്രയും അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിലവിൽ അനാഥാവസ്ഥയിലാണ്. വിരലിലെണ്ണാവുന്ന സ്ഥാപനങ്ങൾ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ വിശ്രമ കേന്ദ്രവും തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രവുമാണിപ്പോൾ ഇവിടം. DCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇസ്രായേൽ ഇറാൻ യുദ്ധം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് യാത്രികർ ആശങ്കയിൽ. വിമാന സർവീസുകളെ യുദ്ധം ബാധിച്ചേക്കുമെന്നാണ് ആശങ്ക. വിമാനങ്ങൾ റദ്ദാക്കുന്നതും വഴിതിരിച്ചുവിടുന്നതുമായ സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. യുദ്ധം രൂക്ഷമായാൽ വ്യോമാതിർത്തി അടയ്ക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നവരെയും വിമാന സർവീസുകളിലെ മാറ്റം വലയ്ക്കുന്നുണ്ട്. വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് മൂലം കണക്ഷൻ ഫ്ലൈറ്റുകൾ നഷ്ടപ്പെടുന്നതായാണ് പരാതി. മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കുന്ന സംഭവങ്ങളും ആവർത്തിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ. 11 മണിയോടെ അന്തിമ ഫലം വരുമെന്നാണ് പ്രതീക്ഷ. ആദ്യം 14 ടേബിളുകളിലായാണ് വോട്ടെണ്ണൽ. 263 പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ 19 റൗണ്ടുകളിലായി എണ്ണും. 75.27 ആയിരുന്നു പോളിംഗ് ശതമാനം. മുന്നണി സ്ഥാനാർത്ഥികളടക്കം 10 പേരാണ് മത്സരിച്ചത്. അതിരപ്പള്ളി പൊരിങ്ങൽകുത്തിൽ ട്രക്കിംഗ് സംഘത്തിന് നേരെ കാട്ടാന ആക്രമണം. ഒരാൾക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട പാറപ്പുറത്ത് വീട്ടിൽ ശങ്കരനാരായണന്റെ മകൻ മനുവിനാണ് പരിക്ക്. ഇയാളെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. വാഴച്ചാലിൽ നിന്നും വനപാലകരുടെ ജീപ്പിലാണ് 7-അംഗ സംഘം ട്രക്കിങ്ങിന് പോയത്. പൊരിങ്ങൽകുത്ത് ഡാമിന് സമീപം ജീപ്പ് നിർത്തിയ ശേഷം നടന്നു പോകുമ്പോഴായിരുന്നു ആക്രമണം. 6 കിലോമീറ്റർ അകലെ കാരാന്തോട് എന്ന സ്ഥലത്ത് വെച്ച് 2 ആനകൾ സംഘത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മുന്നോട്ട് പാഞ്ഞെത്തിയ ആനയെ കണ്ട് ഇവർ ചിതറിയോടി. ഇതിനിടെ മനുവിന് തുമ്പിക്കൈ കൊണ്ട് തട്ടുകിട്ടി. താഴെ വീണ യുവാവിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. മൊബൈൽ ഫോണിൽ റേഞ്ച് ഇല്ലാത്തതിനാൽ സംഘത്തിനൊപ്പമുണ്ടായിരുന്ന ഫോറസ്റ്റ് ജീവനക്കാരൻ നടന്നുവന്ന് പൊരിങ്ങൽകുത്തിൽ വെച്ചാണ് മറ്റുള്ളവരെ വിവരമറിയിച്ചത്. ഉടനെ തന്നെ അതിരപ്പള്ളിയിൽ നിന്നും 108 ആംബുലൻസ് എത്തി മനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. DCV ന്യൂസ്, ചാലക്കുടി. മാള കുഴൂരിൽ NSS സംഘടിപ്പിച്ച യോഗാ ദിനാചരണ പരിപാടിയിലും ഭാരതാംബ വിവാദം. മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ ശ്രമിച്ചതാണ് വിവാദമായത്. തിരുമുക്കുളം കരയോഗം സംഘടിപ്പിച്ച പരിപാടിയിലാണ് സംഭവം. തുടർന്ന് യോഗത്തിൽ തർക്കമുണ്ടായി. സംഭവം വിവാദമായതോടെ പരിപാടി നടത്താനുള്ള അനുമതി പോലീസ് നിഷേധിക്കുകയായിരുന്നു. സംഘടനയിൽ BJP RSS ആശയങ്ങൾ അനുഭവിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി തിരുമുക്കുളം കരയോഗത്തിന്റെ പേരിൽ ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് തിരുമുക്കുളം NSS ഭജന മണ്ഡപത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. പെരിഞ്ഞനം കൊറ്റംകുളത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം. നിലവിളക്കുകളും ഓട്ടുരുളിയും പാത്രങ്ങളും നഷ്ടപ്പെട്ടു. മാഞ്ഞോളി രവീന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ വിദേശത്താണ്. ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. മുറികളിലെ അലമാരകളെല്ലാം കുത്തി തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലാണ്.
മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നാളെ പരിശോധന നടത്തും. ബ്ലാക്ക് സ്പോട്ട് റെക്ടിഫിക്കേഷന്റെ ഭാഗമായി നിർമ്മിക്കുന്ന അടിപ്പാത, മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത തടസ്സങ്ങളും അപകടാവസ്ഥയും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, റൂറൽ SP B കൃഷ്ണകുമാർ, ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര, പെരുമ്പി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തുക. തൃശൂർ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗം മാറ്റിവെച്ചു. AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിക്ക് ഒഡീഷയിലേക്ക് പോകേണ്ടി വന്നതിനാലാണ് യോഗം മാറ്റിയത്. പുതിയ തീയതി തീരുമാനിച്ചിട്ടില്ല. ജില്ലയിലെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചിരുന്നത്. സംഘടന അച്ചടക്കത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. സമാന്തര പ്രവർത്തനങ്ങളും നേതൃത്വം ഗൌരവമായി കാണുന്നുണ്ട്. അതിനിടെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോസഫ് ടാജറ്റിനെ മാറ്റും എന്ന അഭ്യൂഹം AICC തള്ളി. DCCയുടെ പ്രവർത്തനങ്ങളിൽ KPCCക്കും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും അതൃപ്തിയില്ലെന്ന് ജില്ലയുടെ ചുമതലയുള്ള AICC സെക്രട്ടറി PV മോഹനൻ അറിയിച്ചു. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3.5 കിലോ കഞ്ചാവ് പിടികൂടി. റെയിൽവേ പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പ്ലാറ്റ്ഫോമിൽ ബാഗിൽ ഉപേക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ആരംഭം. 27 നക്ഷത്രങ്ങളെ 13.5 ദിവസമായി തരംതിരിച്ച് ഓരോ വർഷവും തയ്യാറാക്കുന്ന കൃഷിരീതിയാണ് ഞാറ്റുവേലകൾ. തിരുമുറിയാതെ പെയ്യുന്ന മഴയും കുളങ്ങളും കിണറുകളും നിറഞ്ഞു കവിയുന്ന പോയകാല അനുഭവങ്ങളും ഒന്നുമില്ലെങ്കിലും നാട്ടുകാർക്ക് പരിചിതമായ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തെല്ല് തനിമയുണ്ടെന്ന് പരമ്പരാഗത കർഷകർ പറയുന്നു. വിട്ടുമാറാത്ത തുടർച്ചയായ ചെറിയ മഴകളും അതിനൊപ്പം വെയിലും അനുഭവപ്പെടുന്ന 14 ദിനരാത്രങ്ങളെ കാർഷിക കലണ്ടറിൽ തിരുവാതിര ഞാറ്റുവേല എന്ന് രേഖപ്പെടുത്തുന്നു. വെള്ളത്തോടൊപ്പം മണ്ണിലേക്ക് സൂര്യപ്രകാശവും അരിച്ചിറങ്ങുമ്പോൾ എല്ലാ വിളകൾക്കും സുഗമമായ വേരോട്ടമുണ്ടാകും. തണ്ടുകൾ പറിച്ചു നടീലിനും പരാഗണത്തിനും അനുയോജ്യമായ കാലാവസ്ഥയെന്നാണ് പൂർവികർ ഇതിനെ വിശേഷിപ്പിച്ചത്. മേടപ്പുലരിയിലെ അശ്വതി ഞാറ്റുവേലയോടെയാണ് പൗരാണിക കാർഷിക കലണ്ടറിന്റെ തുടക്കം. ഓരോ ഞാറ്റുവേലകളിലും ചെയ്യുന്ന കൃഷിയും കൃഷിരീതിയുമെല്ലാം ഹരിത വിപ്ലവത്തിന്റെ കടന്നുവരവോടെ അന്യമായി. സങ്കരയിനം വിത്തുകളും അവയെ പരിപോഷിപ്പിക്കുന്ന കീടനാശിനികളും രാസവളങ്ങളും പ്രയോഗിച്ചപ്പോൾ കേരളത്തിന്റെ പൈതൃക കൃഷികൾ അന്യം നിന്നുപോയെന്ന് ജൈവ കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങൾ ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിലായത് മറ്റു കാരണങ്ങൾ കൊണ്ടല്ലെന്നും അവർ പറയുന്നു. TCV ചാലക്കുടി. മഴക്കാല ഭംഗിയിൽ ഉത്രാളിക്കാവ്. TCV തയ്യാറാക്കിയ റിപ്പോർട്ട്. അഴകിന്റെ ഉത്രാളി എന്ന് വിളിക്കുന്ന ഉത്രാളിക്കാവിന്റെ മഴക്കാല മനോഹാരിത. പച്ചവിരിച്ച പാടവും മലനിരകളും ക്ഷേത്രത്തിനു പിന്നിലെ റെയിൽപാളത്തിലൂടെ പോകുന്ന തീവണ്ടിയും ഉത്രാളിക്കാവിനെ സുന്ദരിയാക്കുന്നു. അകമല താഴ്വരയിലെ പാടങ്ങൾക്കരികിലാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം. പ്രകൃതി കനിഞ്ഞ ഈ മനോഹാരിത തന്നെയാണ് ഉത്രാളിക്കാവിന്റെ പൂരാഘോഷത്തിന് മാറ്റുകൂട്ടുന്നത്. ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും സുന്ദരമായ കാഴ്ചയാണ്. പാടവും ദൂരെ കാണുന്ന മലനിരകളും മൂടൽമഞ്ഞും ചെങ്കുത്തായ പുൽമേടും അതിന് നടുവിലായി ഒഴുകുന്ന നീർച്ചാലും അതിനെ മുറിച്ചു കടക്കാൻ ഗ്രാമവാസികൾ നിർമ്മിച്ച ചെറിയ മുളപ്പാലവും അതിമനോഹരം തന്നെ. മഴക്കാലത്ത് എപ്പോൾ വന്നാലും ഈ ഒരു കാഴ്ച ആസ്വദിക്കാം. ഈ വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്ക് 12-നാണ്. ഉച്ച സമയത്തും തണുത്ത കാറ്റും കുളിരും
മനസ്സിനെ ശാന്തമാക്കുമെന്ന് തീർച്ച. ഇവിടെ നിന്ന് ട്രെയിൻ വരുന്നത് കാത്തുനിന്ന് ആ ദൃശ്യം കൂടി പകർത്തുമ്പോഴാണ് ആസ്വാദന കാഴ്ച പൂർണ്ണമാകുന്നത്. പാടവരമ്പിലൂടെ ഗ്രാമാന്തരീക്ഷ തനിമയിൽ നടന്നു നീങ്ങുന്ന നിഷ്കളങ്കരായ മനുഷ്യരും. തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്താണ് ഉത്രാളിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാടശേഖരത്തിന് നടുവിലെ ക്ഷേത്രവും മനോഹാരിതയും കാണാം. ആളൂർ പഞ്ചായത്തിനെ അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തായി മന്ത്രി ആർ ബിന്ദു പ്രഖ്യാപിച്ചു. കുടുംബശ്രീ സർവേയിലൂടെ കണ്ടെത്തിയ 14 അതിദരിദ്ര കുടുംബങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതിനു ശേഷമാണ് പ്രഖ്യാപനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷത്തിൽ പ്രത്യേക ക്ഷണിതാവായി തൃശൂരിലെ ഭിന്നശേഷി വിദ്യാർത്ഥിനി ആൻ മൂക്കൻ. ഇന്ത്യ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിൽ സംഘടിപ്പിച്ച യോഗാ ദിനാഘോഷത്തിലാണ് ആൻ മൂക്കൻ പ്രത്യേക ക്ഷണിതാവായി യോഗ പ്രകടനം കാഴ്ചവെച്ചത്. ആഘോഷത്തിൽ പങ്കെടുത്ത ആൻ മൂക്കനെ കേന്ദ്ര സാമൂഹികനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ പ്രത്യേകം അനുമോദിച്ചു. അയ്യന്തോൾ സ്വദേശികളും അധ്യാപകരുമായ ജീൻ മൂക്കന്റെയും പിൻസിയുടെയും മകളാണ് ആൻ മൂക്കൻ. മറ്റത്തൂർ പഞ്ചായത്തിലെ കൊരേച്ചാൽ ഇടുത്തൻകുന്ന് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP 3-ാം വാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. യുവമോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് സതീഷ് മരുതയൂർ ഉദ്ഘാടനം ചെയ്തു. BJP മറ്റത്തൂർ ഏരിയ പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, ശ്രീധരൻ കളരിക്കൽ, അതുൽ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. അമിതഭാരത്തിൽ തടികയറ്റിയ ലോറികൾ റോഡ് തകർത്തതായി പരാതി. അമിതഭാരം കയറ്റിയ ലോറികൾ പോയതിനെ തുടർന്ന് മുരുക്കുങ്ങൽ മുപ്ലി റോഡ് തകർന്നതായാണ് പരാതി. 8 ടണ്ണിലധികം ഭാരം കയറ്റിയ ലോറികൾ സഞ്ചരിക്കാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കെയാണ് 30-ലേറെ ടൺ ഭാരത്തിൽ തടികയറ്റിയ ലോറികൾ ഇതുവഴി പോയതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനെതിരെ വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ അധികാരികൾക്ക് പരാതി നൽകി. തുടർന്ന് വനം വകുപ്പ് അധികൃതർ തടി ലേലം ചെയ്തു കൊടുത്തവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. വലിയ വാഹനങ്ങൾ വന്നുകൊണ്ട് അതിൽ 30 ടണ്ണിന്റെ ഭാരം ഈ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോറസ്റ്റ് അധികാരികൾ നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടും, റേഞ്ചർ അടക്കമുള്ളവർ ഉറപ്പ് പറഞ്ഞിട്ടും നമുക്ക് ആ ഉറപ്പ് പാലിക്കപ്പെടാതായപ്പോൾ നമ്മളത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. ഈ നിർദ്ദേശം വകവയ്ക്കാതെ വീണ്ടും തടിലോറി ഇതുവഴി വന്നപ്പോൾ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ മുപ്ലി ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ തടയുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തു. വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി അമിതഭാരത്തിൽ തടി കയറ്റി കൊണ്ടുപോകരുതെന്ന് നിർദ്ദേശം നൽകി. റോഡ് തകരുന്നത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗം പോലീസിനും പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകി. എന്നാൽ നാട്ടുകാരുടെയും ജനപ്രതിനിധിയുടെയും എതിർപ്പിന് തെല്ലും വില കൽപ്പിക്കാതെ കഴിഞ്ഞ രാത്രി അമിതഭാരത്തിൽ തടികയറ്റിയ ലോറി ഇതുവഴി കടന്നുപോയതായി പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇത് നടന്നതെന്നും പഞ്ചായത്ത് അംഗം ആരോപിച്ചു. പക്ഷേ ഈ അധികാരികളൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് കോൺട്രാക്ടർ ഇവിടെ നിന്ന് ഈ വാഹനം ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം 11 മണിക്ക് രാത്രി ആ വാഹനം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നാട്ടുകാരുടെയും അല്ലെങ്കിൽ പൊതു സ്വത്തിനെയും സംരക്ഷിക്കേണ്ട അധികാരികൾ ഇവിടെ അവരുടെ ഒത്താശയോടുകൂടി ഇന്നലെ ആ വാഹനം ഇവിടുന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. TCV ന്യൂസ്, കൊടകര. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ പുതിയ ട്രെയിൻ അനുവദിച്ച് ദക്ഷിണ റെയിൽവേ. ശനിയാഴ്ച ഒഴികെ ആഴ്ചയിൽ 6 ദിവസവും സർവീസ് ഉണ്ടാകും. രാവിലെ 10:10 കോഴിക്കോട് നിന്നും അൺറിസർവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യലായി ഓടിത്തുടങ്ങുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:05 പാലക്കാട്ടെത്തും. തിരികെ 1:50 പുറപ്പെട്ട് കണ്ണൂരിൽ 7:40 തിരിച്ചെത്തും. ഷൊർണൂർ കണ്ണൂർ ട്രെയിൻ ആണ് പാലക്കാട്ടേക്ക് നീട്ടിയത്. പുതിയ ട്രെയിൻ ശനിയാഴ്ചകളിൽ ഷൊർണൂർ വരെ മാത്രമാകും സർവീസ് നടത്തുക. ഈ മാസം 23 മുതൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് അറിയിപ്പ്. നെട്ടിശ്ശേരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തറക്കൽ പൂരം മുടങ്ങിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ ഭക്തജന കൂട്ടായ്മ പ്രതിഷേധ നാമജപം സംഘടിപ്പിച്ചു. പൂരം മുടങ്ങിയത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തില്ലെന്നും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ ദേവസ്വം തയ്യാറായില്ലെന്നും ഭക്തജന കൂട്ടായ്മ ആരോപിച്ചു. അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. അയ്യന്തോൾ പുലിക്കളി സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബ്സൺ പോൾ അധ്യക്ഷനായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർമാരായ സുനിത വിനു, മേഫി ഡെൽസൺ, പുലിക്കളി സംഘം സെക്രട്ടറി PR ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തൊട്ടുരുമി, അതായത് ഇത്രത്തോളം കഴിഞ്ഞ 7 വർഷം നമ്മുടെ ഒരു ടീം
ഒട്ടനവധി സ്വാഗതം ആശംസിക്കുക. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നീന്തൽ പരിശീലനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവുമായി ചിറ്റിലപ്പള്ളിയിലെ സൗഹൃദ കൂട്ടായ്മ ഇതിനോടകം ആയിരക്കണക്കിന് ആളുകൾക്ക് സൗജന്യ നീന്തൽ പരിശീലനം നൽകിയാണ് ഈ കൂട്ടായ്മ വേറിട്ട കാഴ്ചയാകുന്നത്. വേനൽക്കാല അവധിവേളയിൽ അടാട്ട് പഞ്ചായത്ത് പരിധിയിലും സമീപ പ്രദേശങ്ങളിലുമായി മാത്രം 300 പേർക്കാണ് റിട്ടയേർഡ് പോലീസ് ACP ആയ സന്തോഷിന്റെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം നൽകിയത്. സൗജന്യ പരിശീലനത്തിന് വേണ്ടി ആദ്യം ചിറ്റിലപ്പള്ളിയിലെ ക്ഷേത്രക്കുളമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ചിറ്റിലപ്പള്ളി സ്വദേശി ചാൾസ് തന്റെ ആധുനിക രീതിയിൽ നിർമ്മിച്ച സ്വിമ്മിംഗ് പൂൾ സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു. ഇതിനകം വിദ്യാർത്ഥികളും മുതിർന്നവരുമടക്കം ആയിരക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായാണ് സന്തോഷ് നീന്തൽ പരിശീലനം നൽകിയത്. കുട്ടികൾ വെള്ളത്തിൽ വീണുള്ള അപകടങ്ങൾ വർദ്ധിച്ചതോടെയാണ് വേനലവധിക്കാലത്ത് നീന്തൽ പരിശീലനം സജീവമാക്കിയത്. അത് ഇപ്പോഴും കനത്ത മഴയിലും തുടരുകയാണ്. 5 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകളെ നീന്താൻ പഠിപ്പിച്ച് സന്തോഷിന് കൂട്ടായി ഭാര്യ അനുപമയും മക്കളായ അശ്വിനും അഭിയനും ഉണ്ട്. TCV തൃശൂർ. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തൃശൂരിൽ യോഗ ശില്പശാല നടത്തി. ജില്ലാ യോഗ അസോസിയേഷൻ ഉൾപ്പെടെ വിവിധ സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിച്ച ശില്പശാല KE ഉഷ ഉദ്ഘാടനം ചെയ്തു. ഗോപിനാഥ് ഇടക്കുന്നി, ഡോക്ടർ ആലത്തിയൂർ നാരായണൻ തമ്പി, ഉണ്ണി മങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. ആരോഗ്യ സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിവരുന്ന ഹെർബ ലൈഫ് ഇൻഡിപെൻഡന്റ് അസോസിയേറ്റ് രാജ്കുമാർ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വെയ്റ്റ് ലോസ് മാരത്തോണിലെ വിജയികൾക്കായി ഗ്രാൻഡ് ഫിനാലെ സംഘടിപ്പിച്ചു. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച 1 month 10 days വെയ്റ്റ് ലോസ് ആൻഡ് വെയ്റ്റ് ഗെയിൻ മാരത്തോൺ ചലഞ്ചിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിതരണം ചെയ്തു. 1 മാസത്തെ വെയ്റ്റ് ലോസ് മാരത്തോണിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ആൽവിൻ ജെയ്സിന് സമ്മാനാർഹമായ 1,11,011 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും മേയർ MK വർഗീസ് വിതരണം ചെയ്തു. 10 days വെയ്റ്റ് ലോസ് മാരത്തോണിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ വിനീതിനുള്ള 50,000 രൂപയും സർട്ടിഫിക്കറ്റും ട്രോഫിയും അടങ്ങിയ പാരിതോഷികം ഹെർബ ലൈഫ് കേരള സീനിയർ വെൽനസ് കോച്ചുമാരായ രാജ്കുമാർ, കവിത രാജ്കുമാർ എന്നിവർ ചേർന്ന് കൈമാറി. മറ്റ് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. വെൽനസ് കോച്ചുമാരായ സജീവ് കുമാർ, പ്രവീണ, ഷെരീഫ്, സോഫിയ, സുനിൽകുമാർ, സബിത, ഹൈദർ, ഷാജിദ, അൻസാർ, ഷക്കീല, ബിജു, അനു, വത്സൻ, പ്രിൻസി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കോച്ചുമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1 മാസത്തിൽ മത്സരത്തിന്റെ ഭാഗമായി 3650 കിലോ അമിതവണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നും ഇവർ പറഞ്ഞു. ഗ്രാൻഡ് ഫിനാലെയുടെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. അനാരോഗ്യകരമായ ജീവിത സാഹചര്യത്തിൽ നിന്നും ആരോഗ്യകരമായ ഒരു ജീവിത സ്ഥിതിയിലേക്ക് മാറാൻ ഓരോരുത്തരെയും സഹായിക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ ഉതകുന്ന വിധത്തിലുള്ള നല്ലൊരു ഭക്ഷണശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹെർബ ലൈഫ് പ്രവർത്തിക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,235 രൂപ, പവന് 73,880 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,398 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ സ്തംഭിച്ചു. പെർഫ്യൂഷനിസ്റ്റ് തസ്തികയിലുള്ളവർ പരിചയസമ്പന്നരെന്നുള്ള വകുപ്പ് മേധാവിയുടെ നിലപാടാണ് ശസ്ത്രക്രിയകൾ സ്തംഭിക്കാൻ കാരണം. KSRTC ബസ്സുകൾ തകരാറിലായി വഴിയിൽ കിടക്കുന്ന സംഭവങ്ങൾ ഏറുന്നു. KSRTC ബസ്സുകളിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാനാകുന്നില്ലെന്ന് യാത്രക്കാർ. ജില്ലയിൽ തെരുവുനായ ശല്യം പെരുകുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. നായ്പേടിയിൽ നാട്.
ഇസ്രായേൽ ഇറാൻ യുദ്ധം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് യാത്രികർ ആശങ്കയിൽ. വിമാന സർവീസുകളെ യുദ്ധം ബാധിച്ചേക്കും. നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.